ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയമാകുന്ന കാവ്യനവനീതം മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി മേഘശ്യാമളവർണ്ണനായ ഭഗവാന് സമർപ്പിച്ചു. ആ നാരായണീയത്തെ എത്രയോ പുണ്യാത്മാക്കൾ അനുദിനം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നാരായണീയ മധുരം എന്നുള്ള രീതിയിൽ ഓരോ ദിവസം ഓരോ ശ്ലോകം എന്നുള്ള രീതിയിൽ നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 189 ദിവസം പൃഥുചരിത്രം എന്ന 18ാമത്തെ ദശകത്തിൽ സമർപ്പണ ശ്ലോകം 10ാമത്തെ ശ്ലോകം നമ്മൾ ഇന്ന് വിചാരം ചെയ്ത് ഭഗവത് പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ആദ്യം ശ്ലോകം, പിന്നീട് അർത്ഥം, വീണ്ടും ശ്ലോകം, അതിനുശേഷം ഭാഷാഗാനമായ ശ്രീഹരിയ പാരായണം. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവീ തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഘം പ്രശമയ വാതഗേഹവാസിൻ. സനകമുഖോദിതം വിജ്ഞാനം ദധാന വനാന്തസേവീ ത്വം സ്വയം സ്വാത്മാനം അഗമ. ഹേ വാതഗേഹവാസിൻ ഈശാ തത്താദൃക് പൃഥുവപു ത്വം മേ രോഗൗഘം സത്വരം
പ്രശമയ. സനകമുഖോദിതം വിജ്ഞാനം ദധാന. സനകാദികൾ ഉപദേശിച്ച ആ ജ്ഞാനത്തെ, വിശേഷമായിട്ടുള്ള ജ്ഞാനത്തെ ഗ്രഹിച്ച്, ദധാന അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ട് ഗ്രഹിച്ചുകൊണ്ട്, വനാന്തസേവി ത്വം സ്വയം സ്വാത്മാനം അഗമ. തപോവനവാസിയായി ആ വനത്തിലേക്ക് പോയി അവിടുന്ന് തന്നെയായ ആ തന്നെത്താൻ തൻ്റെ സ്വരൂപത്തിലേക്ക് പ്രാപിച്ചു. മുക്തനായി വൈകുണ്ഠലോകത്തിലേക്ക് എത്തിച്ചേർന്നു. ഹേ വാതഗേഹവാസിൻ ഈശ, അല്ലയോ ഗുരുവായൂരപ്പനായിരിക്കുന്ന ഈശ്വര, അങ്ങനെയുള്ള പൃഥുവായി അവതരിച്ച അവിടുന്ന്, തത്താദൃക് പൃഥുവപൂ ത്വം മേ രോഗൗഘം സത്വരം പ്രശമയ. അപ്രകാരമുള്ള എന്ന് പറഞ്ഞാൽ ധർമാനുഷ്ഠാനത്തിന് മാതൃക കാട്ടിയ പൃഥു മഹാരാജാവ്, ആ പൃഥുവായി അവതരിച്ച ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ രോഗം മുഴുവൻ സത്വരം പ്രശമയ, വളരെ വേഗത്തിൽ ഇല്ലാതെയാക്കി അനുഗ്രഹിക്കണേ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ആരംഭിച്ച് 13ഉം 14ഉം വേനന്റെ കഥയും പിന്നീട് 15 മുതൽ 23 കൂടിയുള്ള 9 അധ്യായങ്ങളിലൂടെ പറഞ്ഞു വെച്ചതാണ് ഈ കഥാസന്ദർഭം ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. ഇതോടുകൂടി 18-ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുകയാണ്. നമുക്ക് നാളെ പ്രചേതസ്സുകളുടെ കഥയോടുകൂടി ആരംഭിക്കാം 19-ാമത്തെ ദശകം. ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി ശ്രീഹരിയ ഭാഷാഗാനം പാടി സമർപ്പിക്കാം. വിജ്ഞാനം സനകമുഖോദിതം ദധാന, സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി. തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഘം പ്രശമയ വാതഗേഹവാസിൻ. ശ്രീഹരിയം. നാരായണ 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 ശ്രീവൈന്യമൂർത്തേ. സനകാദിമുനിജനം ഉപദേശം ചെയ്ത ജ്ഞാനം പൃഥുവിനെ മോക്ഷമാർഗത്തിങ്കലെത്തിച്ചു. പൃഥുവായി അവതാരം ചെയ്ത ഗുരുവായൂരപ്പ, അടിയന്റെ രോഗം വേഗം മാറ്റിത്തരണേ. അടിയന്റെ രോഗം വേഗം മാറ്റിത്തരണേ. നാരായണ 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 ശ്രീവൈന്യമൂർത്തേ. നാരായണ നാരായണ ശ്രീവേദമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.